ദൈവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. ദൈവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. പെസഹ കുഞ്ഞാടിൻ ബലി അണയാം ഭക്ത്യാദരവാ. പെസഹ കുഞ്ഞാടിൻ ബലി അണയാം ഭക്ത്യാദരവാ. തിരുനിണമൊഴുകും കാൽവരി കേറാം, നിർമ്മലരായി സ്നേഹിതരായി തീരാം. ദൈവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. ഞാനാകും മെഴുതിരി ഉരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. ഞാനാകും മെഴുതിരി ഉരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. എന്നിൽ നിന്നാ പ്രഭ കൈമാറിയാലേ നമ്മളാ നവസമൂഹമാകൂ. അവിടുത്തെ അജഗണമാകൂ. പെസഹ കുഞ്ഞാടിൻ ബലി അണയാം ഭക്ത്യാദരവാ. പെസഹ കുഞ്ഞാടിൻ ബലി അണയാം ഭക്ത്യാദരവാ. തിരുനിണമൊഴുകും കാൽവരി കയറാം, നിർമ്മലരായി സ്നേഹിതരായി തീരാം. ദൈവദൂതരണി നിരക്കുന്നു, ദീപനാളം മിഴി തുറക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം. അതുപോലെ ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ നമ്മളിപ്പോൾ നടത്തുന്ന കുർബാനയിലേക്ക്, വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെ മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ കുർബാനയ്ക്കായി ഈ ദിവസങ്ങളിൽ നിയോഗങ്ങൾ കൊടുത്തിട്ടുള്ളവർക്കും വേണ്ടിയും പ്രത്യേകമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ആചരിക്കുന്ന 3 തിരുനാളുകളിലൊന്ന് ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. 1-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ. പിന്നെ വരുന്നത് നമ്മുടെ 3 കിങ്സ് പൂജരാജാക്കന്മാരുടെ തിരുനാളാണ്. നമുക്കതുകൊണ്ട് ഈ ഇന്നത്തെ ദിവസം നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയാണ് നമ്മുടെ കേരളത്തിൽ ഒരു 99%. പക്ഷെ ചില കുടുംബങ്ങളിൽ തിരുക്കുടുംബത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നവരുണ്ട്. അത് രണ്ടും ഉള്ള ഭക്തിയോടെ അത് കൊണ്ട് നടക്കുന്ന കുടുംബങ്ങളുണ്ട്. നമുക്കതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ തിരുനാൾ കൂടിയാണിത്.
നമ്മുടെ കുടുംബത്തിന് മാതൃകയായിട്ടുള്ള തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, ഈശോയും മാതാവും യോസേപ്പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിൻ്റെ ശക്തമായൊരു അഭിഷേകം നമ്മിലേക്ക് നിറയാൻ വേണ്ടി ഇന്നത്തെ ബലിയർപ്പണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഒരു കുടുംബം തന്ന്, ഭവനം തന്ന്, മക്കളെ തന്ന്, ഭാര്യയെ തന്ന്, എല്ലാവരും തന്നിട്ടും നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടക്കി ദൈവത്തിൻ്റെ ഭവനം, അത് കർത്താവ് തന്ന കുടുംബം നല്ല കുടുംബമാക്കി സൂക്ഷിക്കുവാനായിട്ടുള്ള നമ്മുടെ ശ്രമങ്ങൾ എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ഈ ബലി പരിശുദ്ധമായിട്ട് നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവേക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവ ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ
കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ ഉത്തമ മാതൃക ഞങ്ങൾക്ക് നൽകാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹശൃംഖലകളിലും അവരെ പിഞ്ചെന്നങ്ങേ ഭവനത്തിന് സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കരുണാപൂർവമിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് എൽക്കാന ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവന് സാമുവേൽ എന്ന് പേരിട്ടു. എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ, അവൾ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നു കൊള്ളാം. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, ഒരു ഏഫാ മാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവനെ ശീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു. അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും.
അവർ കർത്താവിനെ ആരാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൽ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തെ പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആരും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നതിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുമെന്ന് നാം അറിയുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ പുത്രന്റെ വാക്കുകൾ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന്
ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ ക്രിസ്തുവേ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ഈ തിരുക്കുടുംബ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മൾ യോസേപ്പ് പിതാവിനെ മാതാവിനെ ഈശോയ്ക്ക് പെട്ടെന്നൊന്ന് ഒന്ന് കടന്നു പോകുന്ന, അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുക. ഈശോ പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈശോ? സ്കൂളിൽ പോയിട്ടുണ്ടോ ഈശോ? ബൈബിളിൽ പറയുന്നത് ഈശോ ഒന്നും പഠിച്ചിട്ടില്ലെന്ന്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 7:15, യോഹന്നാൻ്റെ സുവിശേഷം 7:15, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇതെല്ലാം ഇവന് എവിടെ നിന്ന്? ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യോഹന്നാൻ 7:15. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം അത് തന്നെയാണ് ഈശോയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നല്ലൊരു ഉത്തമ പൗരൻ്റെ ചില ഗുണങ്ങളാണത്. ദൈവത്തിൻ്റെ പ്രീതിയും വേണം, മനുഷ്യരുടെ പ്രീതിയും വേണം. അമ്മമാർക്ക് ഈ വചനം കാണാതെ പഠിച്ചിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ചില കുഞ്ഞുങ്ങൾ 1 വയസ്സാകുമ്പോൾ നടക്കണം, ഇല്ലേ, മുട്ടിന് നിരങ്ങണം, അല്ലെങ്കിൽ നടക്കണം, സംസാരിച്ചു തുടങ്ങണം. ചില പ്രായം തെറ്റിയുള്ള ചില വളർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വചനം പഠിച്ച് അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു. അത് ഈശോയുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മളിങ്ങനെ പള്ളിയിൽ പോയി നന്നായിട്ട് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുമ്പോൾ പൊതുവായൊരു ധാരണ അടിപൊളി വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ അതേ വ്യക്തി തന്നെ വീട്ടിൽ വന്ന് ഭയങ്കര ദേഷ്യവും ബഹളമൊക്കെ ആണെങ്കിൽ അയാൾ നല്ല വ്യക്തിയല്ല. അപ്പോൾ നല്ല വ്യക്തിയുടെ മാനദണ്ഡം എന്താ? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളരണം. ദൈവത്തിൻ്റെ പ്രീതി മാത്രം പോരാ, മനുഷ്യരുടെ പ്രീതിയും വേണം, വീട്ടുകാരുടെ പ്രീതി വേണം, ആളുകൾക്ക് ഇഷ്ടമുണ്ടാകണം. അപ്പോൾ ഇത് ഈശോയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലത് വെച്ചോ. കൊളോസ്യർ 2:3, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ജ്ഞാനത്തിൻ്റെ അറിവ്. ബുദ്ധി കുറവുള്ള മക്കൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. പഠിക്കാൻ പെട്ടെന്ന് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കുറവുള്ള മക്കൾ ഈശോയോട് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം
ഈശോയെ എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. അങ്ങനെ ഈശോയെ വളർത്തിയത് ആരാ? പരിശുദ്ധമ്മയല്ലേ. പരിശുദ്ധമ്മേ എൻ്റെ മക്കളെയും വളർത്തണമേ. അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഈശോയുടെ ആ ക്വാളിറ്റി നോക്കിക്കേ. അവർ മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? വിധേയപ്പെട്ട് ജീവിച്ചു. അവർക്ക് വിധേയനായി ജീവിച്ചു. ലൂക്ക 2:51 ഈശോ അവർക്ക് വിധേയനായി ജീവിച്ചു. വിധേയനായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെക്കുറിച്ച് ഈ 12ാമത്തെ വയസ്സിലെ ഒരു സംഭവം ഒഴിച്ച വേറെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈശോ വരുന്നത് ജ്ഞാനസ്നാനത്തിലാണ്. ഈശോ എങ്ങനെയായിരിക്കാം വളർന്നത്? ആരും അങ്ങനെ മക്കളേക്ക് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പ്രദർശിപ്പിക്കാതെ മാതാവ് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും ചോദിച്ചപ്പോഴും എങ്ങനെയുണ്ട് ഈശോ, എങ്ങനെയുണ്ട് ഈശോ, എന്താ ഇപ്പം ചെയ്യുന്നത്? അതെ എൻ്റെ മകനെ ദൈവപുത്രനാണ് കേട്ടോ, എൻ്റെ മകൻ ദൈവപുത്രനാണ്. അങ്ങനെ ഒരിക്കലും മാതാവ് പറഞ്ഞിട്ടുണ്ടാകില്ല. നമ്മൾ ചിലപ്പോൾ മക്കളെയൊക്കെ വെച്ചിട്ട് ഒന്ന് UK പോയാൽ അല്ലെങ്കിൽ ഒരു A+ മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ മിടുക്കനാണ് എന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കും. പ്രദർശിപ്പിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ കയറി വരും. ഒരു 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+, പിന്നെ അവൻ മയക്കുമരുന്ന് അടിമയായി. ഒരു പയ്യൻ്റെ കാര്യമാണ്. ഫ്ലക്സൊക്കെ വെച്ച് നാട്ടിലൊക്കെ പ്രദർശിപ്പിച്ചു, പിന്നെ അവൻ മയക്കുമരുന്നായി. അവനിപ്പോഴും തിരിച്ച് കിട്ടിയിട്ടില്ല അവനെ. അപ്പോൾ അതുകൊണ്ട് ഈശോയെ വളർത്തിയതുപോലെ വളർത്തണമേ എന്ന് പറഞ്ഞു. ഇനി മാതാവിൻ്റെ ഒരു ക്വാളിറ്റി ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്. ലൂക്ക 2:51 അവൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് ആട്ടിടയന്മാർ വരുന്ന സമയത്തും ഇത് പറയുന്നുണ്ട്. ലൂക്ക 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 1:29 ഇതിൻ്റെ ഒരു ധ്വനിയുണ്ട്. ദൈവദൂതൻ വന്ന് പറയുമ്പോഴും എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. അതായത് നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടാകുന്ന കരുതുക. നമ്മൾ ഉടനെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബഹളമുണ്ടാക്കി അതൊരു പ്രശ്നമാക്കാൻ നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ ജീവിതത്തോടൊരു മടുപ്പ് തോന്നിയിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കും. ഈ ഗാഠമായി ചിന്തിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ പദം അത് സിംബോള എന്നാണ്. സിംബോള എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഒന്നിച്ച് ചേർക്കുക എന്നാണ്. ഒന്നിച്ച് ചേർക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിയാബോള. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഡയാബോളിക് ആക്ടിവിറ്റീസ്, പൈശാചിക പ്രവർത്തനങ്ങൾ. അതിൻ്റെ അർത്ഥം ചിന്നിച്ചതറിച്ച് കളയുക. ഇപ്പോൾ മകനെ കാണണില്ല, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, നീ എന്താ കാണിച്ച്, ഇനി മേലെ നിന്നെ ഞങ്ങൾ ഒരിക്കലും കൊണ്ടുപോകുകയില്ല, നീ വീട്ടിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞ് ചെതറിച്ച് കളയാം. പക്ഷേ അത് മറിയം അത് ഗാഠമായി ചിന്തിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് പറയുക, ഇതിൻ്റെ പിന്നിലൊരു ദൈവഹിതം മാതാവ് അന്വേഷിച്ചു. എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ദൈവഹിതത്തോട് ചേർത്ത് വച്ച് ചിന്തിച്ചു. അതാണ് ഗാഠമായി ചിന്തിക്കുക എന്നർത്ഥം. അത് കുത്തിയിരുന്നിങ്ങനെ ആഴത്തിൽ ചിന്തിച്ചു എന്ന് പെട്ടെന്ന് തോന്നും. അങ്ങനെയല്ല. അതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ദൈവഹിതവുമായി ബന്ധപ്പെടുത്തി അത് ധ്യാനിക്കാൻ മാതാവ് ശ്രമിച്ചു. അപ്പോൾ മാതാവിൻ്റെ ഒരു ക്വാളിറ്റി അത് നമുക്ക് അനുദിന ജീവിതത്തിൽ ഉപകാരപ്രദമാണ്. ഇനി യൗസേപ്പിതാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. യൗസേപ്പിതാവിൻ്റെ പേരിലാണ് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും അവനാ തച്ചൻ്റെ മകനല്ലേ, അവനാ ജോസഫിൻ്റെ മകനല്ലേ, അപ്പൻ്റെ പേരിലാണ് ഈശോ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവനാ മരപ്പണിക്കാരനല്ലേ. ഞാൻ വിചാരിക്കണം, അപ്പന്മാരുടെ മാതാപിതാക്കളുടെ കടമ എന്താണെന്നറിയാവോ? മക്കള് ജീവിച്ച് അങ്ങനെ വരുമ്പോൾ അവരപ്പൻ്റെയോ അമ്മയുടെയോ തണലിൽ പേരിൽ അറിയപ്പെടേണ്ടവരല്ല. അവർക്ക് സ്വന്തമായൊരു പേരുണ്ടാക്കി കൊടുക്കണം. അവർക്കൊരു സ്വന്തമായൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ്. യൗസേപ്പിതാവ് അത് ചെയ്തു. യൗസേപ്പിതാവ് ഈശോയെ മരപ്പണി പഠിപ്പിച്ചു. തച്ചൻ്റെ മകൻ എന്നല്ല ഇനി അറിയപ്പെടേണ്ട, ഇവൻ ആ മരപ്പണിക്കാരനല്ലേ എന്നറിയപ്പെടേണ്ട വിധത്തിൽ ഈശോയെ മരപ്പണി പഠിപ്പിച്ചവനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. നമ്മൾ ചിലപ്പം മക്കൾ നമ്മളെക്കാളും ഉയർന്നു വരാൻ ചില അപ്പന്മാർക്ക് ഇഷ്ടമുണ്ടാകില്ല. തൻ്റെ പേര് തന്നെ കേൾക്കണം, എല്ലാവരും തൻ്റെ പേരിൽ അറിയപ്പെടണം വീട്. അങ്ങനെ വാശി പിടിക്കുന്നവരുണ്ടാകാം. പക്ഷേ വളർന്ന് വരുമ്പോൾ മക്കൾക്ക് പേരുണ്ടാക്കി കൊടുക്കണം, മക്കൾക്കൊരു ജീവിതത്തിലെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഇത് യൗസേപ്പിതാവ് ചെയ്തു.
ഞാനൊരു സംഭവം ഓർക്കുകയാണ്, നമുക്ക് സമയം കുറവാണ്, ഒരു സംഭവം ഓർക്കുകയാണ്. ഞാൻ ആദ്യം ഇരുന്ന പള്ളി, ഇപ്പോൾ നാളെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 15 വർഷം പൂർത്തിയാകുകയാണ്. അപ്പോൾ ആദ്യം ഇരുന്ന പള്ളി 2010 അവിടെ ഇരുന്ന പള്ളിയിലും അതൊരു തിരുക്കുടുംബ ദേവാലയമായിരുന്നു. അപ്പോൾ തിരുക്കുടുംബ ദേവാലയത്തിൽ നമ്മൾ പൊതുവെ കാണുന്ന മാതാവ് യോസേപ്പിതാവും പുറകിൽ നിൽക്കും, ഉണ്ണിമീശിക കൈകുപ്പിയോ കൈ താഴേക്കിട്ടൊക്കെ നിൽക്കും. പക്ഷേ ഈ രൂപത്തിൽ കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചായിരിക്കുന്നത്, കൈ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വിരിച്ചു പിടിച്ചാണ് ഇരിക്കുന്നത്, ഉയർത്തിപ്പിടിച്ച രൂപത്തിൽ. അപ്പോൾ പ്രധാന അൾത്താരയിൽ ആ രൂപമുണ്ട്. 2010 തിരുനാളിന്, തിരുക്കുടുംബ തിരുനാളിന് അവിടെയുള്ള 101 പ്രസ്തേന്തിമാർ അവർ പൈസ ഇട്ട് മറ്റൊരു രൂപം കൂടി വാങ്ങിച്ചിട്ട് അതൊരു സൈഡ് അൾത്താരയിൽ വെച്ചു. അപ്പോൾ ഒരു പയ്യന് ഒരു പ്രണയമുണ്ടായി. അവനേലും പ്രായമേറിയ ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെയാണ് അവൻ പ്രണയിച്ചത്. അപ്പോൾ അവൾക്ക് കുറേ അങ്ങനെ പ്രണയം അങ്ങനെ മൂത്തു. അതെല്ലാം കഴിഞ്ഞങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. അവൾക്കൊരു ധ്യാനത്തിന് പോകണം. ധ്യാനത്തിന് പോയി പങ്കെടുത്ത് വന്നിട്ട് ദൈവം എന്ത് പറയുന്നുവോ ഇത് വേണ്ടെന്നാണെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവനാകെ വിഷമമായി. അവൾ ധ്യാനത്തിന് പോയി. സുപ്രസിദ്ധമായൊരു ധ്യാനകേന്ദ്രത്തിലാണ് അവൾ പോയത്. അപ്പോൾ അവൾ ധ്യാനത്തിന് പോയ സമയത്ത് ഇവനാകെ ടെൻഷൻ മൂത്തിട്ട് അവൻ പള്ളി വന്നതാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു പള്ളി പോയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കുമ്പസാരിക്കാനൊക്കെ പറഞ്ഞു. പള്ളി പോയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പള്ളിയിൽ അങ്ങനെ ബെഞ്ചിൽ സൈഡ് ഒരു വിങ് മാത്രമേ ഉള്ളൂ, അതായത് പള്ളി പ്രധാന ഭാഗം, പിന്നെ സൈഡിലൊരു വിങ്. അപ്പോൾ സൈഡ് വിങ്ങിലിരിക്കുമ്പോൾ ഈ സൈഡ് അൾത്താര കാണാൻ പറ്റും. സൈഡ് അൾത്താരയിൽ ഈ തിരുക്കുടുംബത്തിൻ്റെ രൂപമുണ്ട്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രണയ നൈരാശ്യമുള്ള, അത്ര കണ്ടങ്ങും പള്ളിയിലൊന്നും പോകാത്ത ഒരു പയ്യൻ്റെ ഉള്ളിൽ വന്ന ദൈവിക ചിന്ത അത് ഇത്രയും വർഷമായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഉണ്ണീശോ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ്, കൈ ഉയർത്തിപ്പിടിച്ചോണ്ടിരിക്കുക. അവന് തോന്നുകയാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞതുപോലെ അങ്ങയുടെ കയ്യിലെ കളിപ്പന്താണ് ഞാനെന്ന് പറഞ്ഞതുപോലെ അവൻ ചിന്തിക്കുകയാണ് അവൻ്റെ പ്രണയമാകുന്ന കളിപ്പാട്ടം ഉണ്ണീശോയുടെ കയ്യിലാണ്. പ്രണയമാകുന്ന കളിപ്പാട്ടം ഉണ്ണീശോയുടെ കയ്യിലാണ്. അപ്പോൾ അവനിങ്ങനെ പ്രാർത്ഥിക്കും, ഉണ്ണീശോയെ എൻ്റെ കളിപ്പാട്ടം ഇങ്ങ് താ ഉണ്ണീശോയെ, അങ്ങനെ പറയാം. അവരിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ, അപ്പോൾ നമ്മളിങ്ങനെ ചില കുഞ്ഞുങ്ങളെയൊക്കെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തി കാണിക്കും, കുഞ്ഞുങ്ങൾ ചാടും, നമ്മൾ പിന്നെ ഉയർത്തി കാണിക്കും, അവരിങ്ങനെ കളിപ്പിക്കും നമ്മൾ. അപ്പോൾ കളിപ്പിക്കുന്നത് പോലെ തോന്നുകയാണ്. ഉണ്ണീശോ കുറച്ച് ഉയർത്തിപ്പിടിക്കും, ഇവൻ ചാടുമ്പോൾ ഇങ്ങനെ ഉണ്ണീശോയുടെ മുമ്പിൽ ഇങ്ങനെ ഇവനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഇവന് തോന്നുകയാണ് അടുത്തൊരു ചിന്ത. അവൻ നിരാശനാകാതെ അവൻ പ്രാർത്ഥിക്കുകയാണ്, ഉണ്ണീശോയെ ഈ കളിപ്പാട്ടം എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിന്റെ കൂടെ ചാടിക്കളിക്കാനുള്ള ശക്തിയെങ്കിലും എനിക്ക് താ. അങ്ങനെ പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ അധികമൊന്നും പള്ളി പോകാത്തൊരു യുവാവിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ദൈവിക ചിന്ത എങ്ങനെ വന്നു? നിങ്ങൾക്കിത് ഞാൻ സന്ദേശമായി നൽകുകയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കിട്ടിയേ തീരൂ എന്നുള്ള വിചാരമുണ്ട്. അവസാന വഴിയായിട്ട് വന്നവരുണ്ട് ഇവിടെ. അവസാനത്തെ യാത്ര. ഒരാൾ കല്യാണം നടക്കുന്നില്ല, ഞാൻ ഈ ഡിസംബർ 30 വരെ ഞാൻ പറയും എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞ ഒരു യുവാവ് സങ്കടത്തോടെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ അവസാന വഴിക്കും വന്ന് നിൽക്കുമ്പോഴും ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലേ തരൂ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോ ചിലപ്പോൾ തരികയില്ല, തന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. ഈശോയെ നീ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മരണം വരെ നിന്റെ കൂടെ നിൽക്കാനുള്ള ശക്തിയെങ്കിലും എനിക്ക് താ കർത്താവേ. ഇട്ടിട്ട് പോകാനല്ല, നിന്നെ എനിക്ക് ഒരിക്കലും ഇട്ടിട്ട് പോകണ്ട, പക്ഷെ നിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ശക്തിയെങ്കിലും എനിക്ക് താ. നിങ്ങൾക്ക് ഇന്ന് ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിലും കുടുംബജീവിതം ഇട്ടിട്ട് പോകണമെന്ന് തോന്നും, വേണ്ടായിരുന്നെന്ന് തോന്നും. ഇല്ല, മക്കളോട് ഭർത്താവിനോട് ഞാൻ ഒരു ദിവസം ഇറങ്ങിപ്പോകും എന്ന് എത്ര തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് നിങ്ങൾ ഈ ശക്തി സ്വീകരിക്കുക. ഈശോയെ എനിക്ക് പോകണ്ട, എനിക്ക് നിന്റെ കൂടെ നിന്നാൽ മതി, പക്ഷെ നീ എന്നെ ശക്തിപ്പെടുത്തണം, നിന്റെ കൃപകൾ എനിക്ക് തരണം, നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് വേണം. നമുക്ക് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം, എല്ലാ ശുശ്രൂഷകളും സ്വീകരിക്കാം, എല്ലാ പ്രാർത്ഥന സങ്കേതങ്ങളും നടന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു,
സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തുനിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് നമുക്കൊരു നിമിഷം ഒന്ന് മുട്ടുമെന്ന് നിൽക്കാം. നമുക്ക് എഴുന്നേൽക്കാം. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി അമലോത്ഭവ കന്യക വചനത്താൽ ഗർഭം ധരിച്ചതും അവർണ്ണനീയമാം വിധം ജന്മം നൽകിയതുമായ ക്രിസ്തുവിനെ വിശ്വാസ സ്ഥിരതയോടെ സഭ കാത്തിരിക്കാനും സന്തോഷത്തോടെ സ്വീകരിക്കാനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവൻ്റെയും അഭിവൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ഐഹിക ദാനങ്ങൾ നിത്യതയിലേക്കുള്ള സമ്മാനമായി പരിണമിക്കാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശപ്പും രോഗവും ഏകാന്തതയും മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം വഴി അവർക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നുപോലെ ആശ്വാസം ലഭിക്കാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരിൽ പോലും അവിടുത്തെ സ്വീകരിക്കാൻ കുടുംബങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നതേ എന്നെ ഓർത്ത് കർത്താവെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പോലെ ഞാൻ സ്വീകരിച്ചിടലേ പൂർണ്ണമായി കഴുകിടാൻ പാവിനെ വരയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടലേ പൂർണ്ണമായി. പ്രിയ സഹോദരരെ,
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിർത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലങ്ങൾക്ക് മുൻപേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്ധരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത്
നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൽ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൽ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.